ഹലോ എവ്രിവൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് വ്യത്യസ്തമായൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. എത്രത്തോളം ക്രിസ്പിയാണെന്ന് ഇതിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും. ഇത് നല്ല പഴുത്ത ഏത്തയ്ക്ക വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഏത്തയ്ക്കാപ്പത്തിനേക്കാട്ടിലും ടേസ്റ്റാണ്. ഇങ്ങനെ ഉണ്ടാക്കിയാൽ ഒരു ദിവസം മുഴുവൻ ഇതിൻ്റെ ക്രിസ്പിനെസ് പോകാതിരിക്കും. ഇതിൻ്റെ ബാറ്റർ ഉണ്ടാക്കാൻ ഒരു വലിയ ബൗളിലേക്ക് 1/2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക. അടുത്തത് നമുക്ക് വേണ്ടത് 1/4 കപ്പ് കപ്പപ്പൊടിയാണ്, ടപ്പിയോക്ക ഫ്ലോർ. ടപ്പിയോക്ക ഫ്ലോർ എവിടെ നിന്നാണ് മേടിക്കേണ്ടതെന്ന് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നീട് 1/4 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വലിയ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ ഉപ്പുപൊടി ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും ചേർക്കണം. ഇനി അടുത്തത് ഒരു 1/2 കപ്പ് 350 ml വെള്ളം ചേർത്ത് കൊടുക്കണം. ഇനി നന്നായിട്ട് ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് ഇളക്കി യോജിപ്പിക്കുക. കട്ട കെട്ടാതെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. നല്ല സ്മൂത്ത് ബാറ്റർ കിട്ടുന്നത് വരെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി അടുത്തത് ഒരു മുട്ടയുടെ ഉണ്ണിയാണ് ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം നമ്മൾ മാറ്റി വേറെ എന്തിനേലും യൂസ് ചെയ്യാം. ഉണ്ണി മാത്രം ചേർത്ത് കൊടുക്കണം. ഇനി ഇത് വീണ്ടും നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. ഇതിപ്പോൾ നമ്മൾ പാലപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു കൺസിസ്റ്റൻസി വരും. ഒത്തിരി ലൂസല്ല, എന്നാൽ ഒത്തിരി കട്ടിയായിട്ടുള്ള മാവല്ല ഇത്. ഇനി ഈ മാവിൽ നിന്ന് കുറച്ച് മാവ് വേറൊരു ബൗളിലേക്ക് മാറ്റണം. ഞാനൊരു 3 സ്പൂൺ ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇനി ഈ മാറ്റി വെച്ചിരിക്കുന്ന മാവിലേക്ക് 100 ml അല്ലെങ്കിൽ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. നല്ല ലൂസ് ബാറ്റർ ആയിരിക്കണം. ഞാൻ 1/4 കപ്പ് വീതം ഒഴിച്ച് നോക്കിയത്. ഇപ്പോൾ രണ്ടാമത്തെ ബാക്കിയും കൂടെ ഒഴിച്ചു. ഇതിപ്പോൾ കറക്റ്റായിട്ടുണ്ട്. ഈ ഒരു നല്ലപോലെ ലൂസായിട്ടുള്ളൊരു ബാറ്ററാണ് വേണ്ടത്. ഇനി വേണ്ടത് 2 പഴുത്ത ഏത്തയ്ക്കയാണ്. ഏത്തപ്പഴത്തിൻ്റെ 2 അറ്റവും കട്ട് ചെയ്ത് കളഞ്ഞ് തൊലിയും കളഞ്ഞ് നന്നായിട്ട് വൃത്തിയാക്കി എടുക്കുക. ഇനി നല്ല തിന്നായിട്ടാണ് സ്ലൈസ് ചെയ്യേണ്ടത്. ഇല്ലെങ്കിൽ നമ്മൾ ഇട്ട് കഴിയുമ്പോൾ താന്നങ്ങ് പോകും, പിന്നെ അത് ശരിയാകത്തില്ല. ഒരു ഏത്തയ്ക്ക തന്നെ ഞാൻ 6 പീസായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നടുക്കുന്ന് കട്ട് ചെയ്തിട്ട് ഓരോ പീസും 3 കഷ്ണങ്ങളായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. നമ്മളെടുത്തിരിക്കുന്ന ഈ ബാറ്റർ 3-4 ഏത്തയ്ക്ക വറക്കാനുള്ളതുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കുക. നന്നായിട്ട് ചൂടാകുക. ചൂടാകുമ്പോൾ ഇതുപോലെ ഒരു കമ്പ് നമ്മൾ അതിൽ വെച്ചാൽ ബബിൾസ് വന്ന് തുടങ്ങും. ഇനി വേണ്ടത് നന്നായിട്ട് ലൂസായിട്ട് എടുത്തിട്ടുള്ള ബാറ്ററാണ്. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതുപോലെ എണ്ണയിലേക്ക് പതിയെ ഒഴിച്ചു കൊടുക്കണം. എല്ലാം കൂടെ ഒറ്റയടിക്ക് അങ്ങ് ഒഴിക്കരുത്. ഇച്ചിരിയായിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. എന്നാലേ നമുക്ക് ആ ലേസ് പോലത്തുള്ള ഒരു എഫക്റ്റ് കിട്ടത്തുള്ളൂ. ഞാനിതിലൊരു 1.5 സ്പൂൺ ഈ തവിക്ക് ഒരു 1.5 സ്പൂണിനോളം ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ പാത്രം വലുതാണെങ്കിൽ കുറച്ചും കൂടെ ഉപയോഗിക്കാം. ഇതിനിങ്ങനെ ഒഴിച്ചതിന് ശേഷം നമ്മൾ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യണം. ആ സൈഡ് ഒന്ന് ലൈറ്റായിട്ട് ഒന്ന് കട്ടിയായിട്ട് വരണം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം വെച്ചിരിക്കുന്ന ബാറ്ററിലോട്ട് ഏത്തയ്ക്ക ചേർത്ത് കൊടുക്കുക. ആ സമയത്തേക്കിന് ഇത് ഏകദേശം കട്ടിയായിട്ട് വരും. ഫുൾ കുക്കാകണം എന്നല്ല അർത്ഥം. സൈഡ് ജസ്റ്റ് ഒന്ന് കട്ടിയായിട്ട് വരുന്നു എന്ന് തോന്നുമ്പം ഏത്തയ്ക്ക ആ മാവിൽ മുക്കിയിട്ട് ഇതുപോലെ ഒരു സൈഡിൽ ഇട്ട് കൊടുക്കണം. നടുക്കിട്ട് കൊടുക്കരുത്, സൈഡിൽ വെച്ച് കൊടുക്കണം. കാരണം നടുക്കത്തെ മാവ് ഇപ്പോഴും സോഫ്റ്റായിട്ടായിരിക്കും ഇരിക്കുന്നത്, ഹാർഡായിരിക്കത്തില്ല. അപ്പോൾ നമ്മൾ ഏത്തയ്ക്ക ഇട്ട് കൊടുക്കുമ്പോൾ അതങ്ങനെയും കുഴിഞ്ഞു പോകും. ഇനി നടുക്കുന്ന ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വേറൊരു സ്പാറ്റിലയോ സ്പൂണോ എടുത്ത് ആ കട്ട് ചെയ്ത പകുതി മാവ് ഒരു ഏത്തയ്ക്കയുടെ മുകളിലോട്ട് ഇതുപോലെ പൊതിഞ്ഞു കൊടുക്കണം. ഒരു കൈ കൊണ്ട് ചെയ്യാൻ പാടാണെങ്കിൽ വേറൊരു സ്പൂൺ എടുത്ത് ഏത്തയ്ക്കാപ്പത്തിനെ പതുക്കെ ഒന്ന് പിടിച്ചിട്ട് ഇതുപോലെ ഏകദേശം ഒരു റൗണ്ടായിട്ട് കിട്ടുന്ന പോലെ ഒന്ന് പൊതിഞ്ഞു കൊടുക്കുക. എന്നിട്ടൊന്ന് തിരിച്ചിടുമ്പോഴത്തേക്കും അത് നല്ലൊരു ഓവൽ ഷേപ്പിൽ കിട്ടും. കണ്ടാൽ പാടാന്ന് തോന്നുവാണെങ്കിലും വളരെ എളുപ്പമാണ് ചെയ്യാൻ. ജസ്റ്റ് ഒന്ന് ഇത് ഫുൾ ആ ഏത്തയ്ക്ക ഒന്ന് കവർ ചെയ്യണമെന്നേ ഉള്ളൂ. ഇതിപ്പോൾ ആ ലേസ് വെച്ച് മുഴുവൻ ഏത്തയ്ക്ക് നന്നായിട്ട് കവറായിട്ടുണ്ട്. ഇനി ഇടയ്ക്കിടയ്ക്ക് തിരിച്ചും മറിച്ച് വിട്ട് കൊടുത്ത് ഒരു ലൈറ്റ് ഗോൾഡൻ കളറാകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഈ ലേസ് പോലെ ഇരിക്കുന്നതുകൊണ്ട് ഉള്ളിലോട്ട് ഇച്ചിരി എണ്ണ കയറി നിൽക്കും. അതുകൊണ്ട് നല്ലതുപോലെ കുടഞ്ഞിട്ട് വേണം മാറ്റാൻ. ഇനി ഒരു ഇച്ചിരി നേരം ഇതൊരു ടിഷ്യൂ പേപ്പറിൻ്റെ മുകളിലേക്ക് വെക്കണം. എണ്ണ നന്നായിട്ട് മാറാൻ വേണ്ടിയിട്ടാണ്. ഞാനൊന്നും കൂടെ കാണിച്ചു തരാം എങ്ങനെ ഇത് ചെയ്യുന്നതെന്ന്. ഇച്ചിരിയായിട്ട് മാവ് ഒഴിച്ചു കൊടുക്കുക. 1 മിനിറ്റ് പോലും നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരത്തില്ല ഈ മാവെല്ലാം ഒഴിച്ചു കഴിയുമ്പം. ഇതുകൊണ്ട് ഇതിപ്പോൾ ഏകദേശം സൈഡ് കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ആദ്യത്തെ മാവ് കോട്ട് ചെയ്ത ബനാന ഇട്ട് കൊടുക്കണം. വലിയ പാത്രമാണെങ്കിൽ 3-4 എണ്ണം വെച്ചിട്ട് കൊടുക്കാം.
ഇതിപ്പോൾ എൻ്റെ ചെറിയ പാത്രം ആയതുകൊണ്ടാണ് ഞാൻ 2 എണ്ണം കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് പൊതിഞ്ഞെടുക്കണം. പൊതിഞ്ഞിട്ട് ആ പാത്രത്തിനോട് ചേർത്തൊന്ന് സൈഡ് പിടിച്ചിട്ട് ഇതുപോലെ കമത്തിയിടുമ്പോൾ ബാക്കി സൈഡിൽ എന്തെങ്കിലും ഇങ്ങനെ പൊങ്ങി നിൽപ്പുണ്ടെങ്കിൽ അതും കൂടെ അങ്ങ് ഒട്ടി നിന്നോളും. ഇടുന്ന ബാറ്ററിലേക്കാണ് ഈ ലേസ് പോലത്തുള്ള ബാറ്റർ ഒട്ടിപ്പിടിക്കുന്നത്. ഇനി ഇത് തിരിച്ചും മറിച്ച് വിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. എണ്ണ പോയി കഴിയുമ്പോഴേ ഇത് ടിഷ്യൂ പേപ്പറിൽ നിന്ന് മാറ്റണം, ഇല്ലെങ്കിൽ ആവി വന്നിട്ട് അതിൻ്റെ ക്രിസ്പിനെസ് ഒക്കെ പോകും. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. താങ്ക്